കത്തുന്ന മുൾപ്പടർപ്പ് എന്ന വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം രണ്ട് ദൈവദാസന്മാർ ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം പാസ്റ്റർ. നമസ്കാരം. കത്തുന്ന മുൾപ്പടർപ്പ് എന്നുള്ളതായ ഒരു ചർച്ചാ വിഷയത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മോശയുടെ വിളിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആരെയും ഒരു ദൈവ വിളി അവർക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നത്. മോശയുടെ വിളിയെക്കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുന്നത്? മോശയുടെ വിളിയെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധ്യമാകും. മോശയുടെ ജനനവും മോശയുടെ സംരക്ഷണവും, അതുപോലെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളരുവാനും, അതിനുശേഷം മോശ ഏതാണ്ട് 40 വയസ്സുള്ളപ്പോഴാണ് കഴിഞ്ഞ ലെസണിൽ നമ്മൾ പ്രതിപാദിച്ചതുപോലെ മോശ തൻ്റെ യഹൂദന്മാരായ 2 സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അവർ ശാസിക്കുന്ന സമയത്ത് നീ ഒരു മിസ്രൈമിനോട് ചെയ്തതുപോലെ, അവനെ കൊന്നു കുഴിച്ചിട്ടതുപോലെ ഞങ്ങളോടും പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് മോശയോട് ചോദിച്ചപ്പോൾ മോശ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഫറവോൻ അറിഞ്ഞാൽ തനിക്ക് വലിയൊരു പീഡയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ മോശയുടെ വിളി, ദൈവം ഒരു മനുഷ്യനെ വിളിക്കുക എന്ന് പറയുന്നത് ഒരു ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി. അപ്പോൾ ആ ഒരു വിളിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം പാസ്റ്ററിനെ ദൈവം വിളിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും. അപ്പോൾ അതിനനുസരിതമായ ആ വിളി അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ആ വിളിയുടെയായ പോസിറ്റീവായിട്ടുള്ള അനുകൂലപരമായ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പാസ്റ്ററെ, അത് നമ്മൾ പറയുമ്പോഴത്തേന് പറഞ്ഞാൽ മോശയുടെ ജീവിതമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണെങ്കിലൊക്കെയും ഒരു ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ദൗത്യ പൂർത്തീകരണം നമ്മളിൽ കൂടി സാധ്യമാകണമെങ്കിൽ ദൈവ വിളിക്കനുസൃതമായി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവിക ഇച്ഛകൾക്കനുസരിതമായി നാം ജീവിക്കുന്നു എന്ന് വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവ വിളിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ദൈവദാസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? അപ്പം മോശ മിഥ്യാൻ ദേശത്തിലേക്ക് ഓടിപ്പോകുന്നു, അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമോ? അവിടുത്തെ ആ മിഥ്യാൻ ദേശത്തിലെ ആ ജീവിത രീതിയും കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ നാം നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 32-33 വാക്യങ്ങളിൽ ദൈവത്തിന് അവിടെ മോശ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നതിനെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നു. മൂത്ത മകന് ഗർഷോം എന്നാണ് പേരിടുന്നത്. അവിടെ പറയുന്നത് അവൻ അന്യദേശത്ത് പരദേശവാസിയായിരുന്നു, അതുകൊണ്ട് അവന് ഗർഷോം എന്ന് പേരിട്ടിരിക്കുന്നു. രണ്ടാമത്തവന് ഏലിയാസർ എന്ന് പേരിടുമ്പോൾ അവിടെ പറയുന്നത് ഫറവോൻ്റെ വാളിൻ്റെ വായ്ത്തലയിൽ നിന്നും അവനെ രക്ഷിച്ചതുകൊണ്ട് അവന് ഏലിയാസർ എന്ന് പേരിടുന്നു. ഈ രണ്ട് മക്കൾക്ക് മോശ പേരിട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മോശ കടന്നുപോയതായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് മിസ്രൈം ദേശത്ത് മോശ പരദേശവാസം ചെയ്തിരുന്നു. എന്നാൽ കാലം തികഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയെ അവിടെ നിന്നും ജിത്രോവിൻ്റെ അടുക്കലാക്കുന്നു. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു മിസ്രൈമിനെ കൊന്നത് മനസ്സിലാക്കിയതായിട്ടുള്ള ഫറവോൻ മോശയെ കൊല്ലുവാൻ നോക്കുന്നതായിട്ടുള്ള സമയത്താണ് മോശ അവിടെ നിന്ന് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇളയ മകന് മോശ എലിയാസർ എന്ന് പേരിടുന്നു. അപ്പോൾ മോശയുടെ ജീവിതം നമ്മൾ ആത്മീക തലത്തിൽ ചിന്തിക്കുമ്പോൾ ആ ദേശത്ത് പരദേശവാസം ചെയ്തിരിക്കുകയും അതുപോലെ തന്നെ അവിടെ ശത്രുവിൻ്റെ സംഹാരത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും അല്ലെങ്കിൽ ദൈവം രക്ഷിച്ചു എന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷമാണ് മോശ ജിത്രോവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതും അവിടെ ആട്ടിടയനായി ജോലി ചെയ്യുന്നതും. അവിടെ ദൈവം മോശയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സ്വന്തം ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയുള്ളതായിട്ടുള്ള ട്രെയിനിങ്, ഈ ആടുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതിനെ മേയ്ക്കുന്നതിലൂടെ, അതിനെ കൊണ്ടുപോകുന്നതിലൂടെ, അതിനെ സംരക്ഷിക്കുന്നതിലൂടെ ഒക്കെയും ദൈവം മോശയെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 40 വർഷം അവിടെ ഫറവോൻ്റെ അരമനയിൽ, 40 വർഷം മിഥ്യാന ദേശത്ത് കുശ്യ സ്ത്രീയെ വിവാഹം ചെയ്ത് അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ഇത്രയുടെ ഭവനത്തിലായിരിക്കുന്നു, ആടുകളെ മേയ്ക്കുന്നു, പലവിധമായ അനുഭവങ്ങൾ. അവിടെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ ഇസ്രായേൽ ജനങ്ങളെ നയിക്കുവാനായിട്ടുള്ള പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാനായിട്ട് സർവ്വശ്രേഷ്ഠ ദൈവം ആ മിഥ്യാൻ ദേശത്തേക്ക് ദൈവം നയിച്ചു എന്നാണോ പറഞ്ഞു വരുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം ഇവിടെ ഈ ആ മിഥ്യാൻ ദേശത്തിരിക്കുമ്പോൾ അനേക കാഴ്ചകൾ, പ്രകൃതി രമണീയമായ കാഴ്ചകൾ മോശ കണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം നീങ്ങും ഒരു വിചിത്രമായ ഒരു കാഴ്ച, ഒരു കത്തുന്ന മുൾപ്പടർപ്പ്, അതിനരികിലുള്ളതായ അനുഭവത്തെക്കുറിച്ച് പറയുക. മോശ കണ്ടതായ ആ അനുഭവം എന്ന് പറഞ്ഞാൽ, അന്ന് വരെയും അദ്ദേഹം ഇതിനു മുൻപുള്ളതായ സമയങ്ങളിലൊക്കെ ആടുകളുമായിട്ട് അവിടെ ചെന്നിട്ടുണ്ടാകാം. എന്നാൽ അന്ന് ഹോരേബ് പർവ്വതത്തിൻ്റെ
ചുവട്ടിലായിട്ട് ഇതാ ഒരു 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 മുൾപടർപ്പ് കത്തുന്നു. ആ മുൾപടർപ്പിൻ്റെ ചുവട്ടിൽ തീയില്ല, മുകളിൽ മാത്രമാണുള്ളത് തീ കത്തുന്നത്. അത് എന്താണ് എന്ന് അറിയുവാനായിട്ട് അദ്ദേഹം അടുത്തേക്ക് ചെല്ലുമ്പോൾ മുൾപടർപ്പിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. മോശയുടെ പേർ ചൊല്ലി വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായതുകൊണ്ട് നിൻ്റെ കാലിലുള്ള ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന് പറയുന്നു. അതിനുശേഷമാണ് പറയുകയാണ്, നിനക്കൊരു ദൗത്യം ഞാൻ ഏൽപ്പിക്കുവാൻ പോവുകയാണ്, എൻ്റെ ജനത്തെ വിളിക്കുവാൻ വേണ്ടി. നീ വീണ്ടും എവിടേക്ക് പോകണം? മിസ്രൈമിലേക്ക് പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കത്തുന്ന മുൾപടർപ്പ് എന്ന് പറയുന്നത് മോശയുടെ ജീവിതത്തിലെ വീണ്ടും ഒരു വഴിത്തിരിവാണോ? ആണ്, തീർച്ചയായിട്ടും. അതുകൊണ്ട് അവിടെ ദൈവ സാന്നിധ്യമാണ് എന്ന് മോശയ്ക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് മോശ പോകുവാൻ പറയുന്നതും പിന്നീട് ദൈവവുമായിട്ട് നിരന്തരം സംസാരിക്കുമ്പോഴാണ് മോശ അതിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നത്. കാരണം താൻ എങ്ങനെ ഫറവോൻ്റെ അരികിലേക്ക് ഇനി തിരിച്ചു ചെല്ലുവാൻ കഴിയും, തനിക്ക് അവിടെ ചെന്നാൽ താൻ എങ്ങനെയാകും അവിടുത്തെ പ്രതികരണം, അതുപോലെ തന്നെ ഞാൻ വിളിക്കുവാൻ പോകുന്ന ജനം തന്നോടൊപ്പം പോരുമോ, ഇങ്ങനെയുള്ളതായ ഒത്തിരി ചിന്താകുലങ്ങൾ ഈ മോശയ്ക്ക് ഉണ്ടായപ്പോഴാണ് മോശ പറയുന്നത്, എനിക്ക് സംസാരിക്കുവാൻ കഴിയില്ല, എൻ്റെ നാവ് ശരിയാകുന്നില്ല, ഞാനവിടെ പോകുവാൻ എനിക്ക് പറ്റില്ല, ഞാൻ പോയാൽ അവർ ആരാണ് നിന്നെ അയച്ചതെന്ന് ചോദിച്ചാൽ എന്ത് പറയും, ഈ വക കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഒഴിവുകളൊക്കെ പറയുന്നവരാണ്. എന്തെങ്കിലും ഒരു ദൗത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നു. അതുപോലെ ആയിരിക്കും മോശയും പറയുവാനായിട്ട് ഇവിടെ പരിശ്രമിച്ചത്. ഇവിടെ മിഥ്യാൻ ദേശത്തും അതുപോലെ തന്നെ ആ ഫറവോൻ മിസ്രൈമിലും ഈ രണ്ട് ദേശങ്ങളിൽ അവിടെയുള്ള ഈ കാലഘട്ടത്തെക്കുറിച്ച് മോശയ്ക്ക് ലഭിച്ച ശിക്ഷണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുമോ? ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മുന്നമേ മനസ്സിലാക്കി ദൈവം മോശയെ വിളിക്കുന്നു. നമ്മൾ യിരെമ്യാ പ്രവചനം നോക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ദാനിയേലിനോടും പറയുന്നു, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നിൻ്റെ ദൗത്യം പൂർത്തിയായി, ഇനി നിനക്കൊരു വിശ്രമമാണ് ആവശ്യം. അതുപോലെ തന്നെ ദൈവം നമ്മളെ വിളിക്കുമ്പോഴും നമ്മുടെ ദൗത്യം നമ്മൾ കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയാണ് മുന്നമേ നമ്മെക്കുറിച്ച് അറിയുന്ന ദൈവം നമ്മെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം ഇവിടെ മോശയെ വിളിക്കുന്നു, അതോടൊപ്പം മോശയെ രക്ഷിക്കുന്നു, അതിനുശേഷം മാതാവിൻ്റെ അടുത്ത് ശിക്ഷണം നൽകുന്നു, ഫറവോൻ്റെ അവിടെ നൽകുന്നു, അതിനുശേഷം ജിത്രോവിൻ്റെ അവിടെയും നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്, ഈ ചർച്ച തുടരുന്നു. കത്തുന്ന മുൾപടർപ്പ് എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ കത്തുന്ന മുൾപടർപ്പിനെ കുറിച്ചാണ് നമ്മളെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മോശയ്ക്ക് മിഥ്യാൻ ദേശത്തും അതുപോലെ തന്നെ ഫറവോൻ്റെ അരമനയിൽ ലഭിച്ചതായ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ കാണുകയുണ്ടായി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ദൈവം എപ്രകാരമാണ് മോശയെ ആ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കാനുള്ള ഉപദേശങ്ങൾ നൽകിയതെന്നൊന്ന് പറയാൻ പറ്റുമോ? മോശയ്ക്ക് നൽകിയതായ ഉപദേശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോശയോടൊരു ദൗത്യം ഏൽപ്പിച്ചു, ആ ദൗത്യം ഏറ്റെടുക്കുവാൻ വിമുഖത കാണിച്ചു. എങ്കിൽ പോലും ദൈവം പറയുകയാണ്, നീ മാത്രമാണ് അതിന് യഥാർത്ഥമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, അതുകൊണ്ട് നീ പോകണമെന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് അഹരോനെ കൂടി അദ്ദേഹത്തിന് ഒരു സ്പോക്മാനായിട്ട് അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ദൈവം ഉൾക്കൊണ്ടുകൊണ്ടാണ്, എൻ്റെ നാവ് ശരിയല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യക്തിയെ കൂടി തനിക്ക് തുണയായി പോയി. പക്ഷേ എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? മോശയാണ്. മോശ അതിന് ശേഷം അവിടെ പറഞ്ഞ്, ഞാൻ ആരാണ് എന്നെ അയച്ചത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ദൈവത്തോട് പറയുന്നു. എന്നാൽ 14-ാമത്തെ വാക്യം പ്രത്യേകമായിട്ട് ദൈവം പറയാണ് മോശയോട്, എന്താണ് പറയുന്നത്? ഞാനാകുന്നവൻ ഞാനാകുന്നു, എന്നെ അയച്ചിരിക്കുന്നവൻ ഞാനാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ടും പറയണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തി, ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ദാസൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവ വിളിക്ക് അനുസൃതമായിട്ട് അവൻ്റെ ജീവിതത്തിൽ കാണേണ്ടത് വിനയത്വവും അല്ലെങ്കിൽ ഞാൻ യോഗ്യനല്ല എന്നുള്ള ഇതൊക്കെയാണ്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും മോശയുടെ ജീവിതം നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും, മോശ ദൈവത്തോട് എടുത്തെടുത്ത് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, ഞാനിതിന് യോഗ്യനല്ല,
വിനയത്തോടെ ദൈവത്തിൻ്റെ ഇത് ഒഴിവ് കഴിവുകൾ മോശ പറയുന്നു, ഓക്കെയാണ്. ആദ്യം ചോദിക്കുന്നു, എന്നെ വിളിച്ച ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി തരുവാൻ പറയുന്നു. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം പറയുന്നു, ഞാൻ ഇസ്രായേൽ ജനങ്ങളോട് പോയി പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല, ഈ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ദൈവം പറയുന്നു, മോശയോട് പറയുന്നു, നീ ഒരു 3 അത്ഭുതങ്ങൾ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ആ അത്ഭുതത്തിലും മോശ അവിടെ ഇതാവുന്നില്ല. വീണ്ടും മോശ ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, എനിക്ക് തടിച്ച നാവുണ്ട് എന്നൊക്കെ. ഈ മോശയുടെ കുറവുകളാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ഞാൻ ഇതിന് അയോഗ്യനാണോ? ഇസ്രായേൽ ജനങ്ങളെയും ഇസ്രായേൽ ദേശത്തു നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ അയോഗ്യനാണ് എന്നും വളരെ വിനയത്തോടെ മോശ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ വേളയിലൊക്കെയും ദൈവം മോശയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവം മോശയോട് പറയുകയാണ്, നിൻ്റെ പഴയ കാലം എനിക്കൊരു പ്രശ്നമല്ല, അതുപോലെ നിൻ്റെ കുറവുകളെ ശക്തിപ്പെടുത്തുവാൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം, എൻ്റെ കൃപ നിനക്ക് മതി, നീ ശക്തനായി തീരും എന്ന സ്വർഗത്തിലെ ദൈവം പൗലോസ് അപ്പോസ്തലനിലൂടെ പറയുന്നു. അതേ കാര്യം തന്നെ ഇവിടെ ദൈവം മോശയോടും പറയുന്നു. ദൈവം മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ അയോഗ്യരാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിലും ശക്തനാക്കുന്ന ദൈവം തീർച്ചയായും നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മൾ ചെയ്യേണ്ടുന്ന ദൗത്യം കൃത്യമായിട്ട് നമ്മളെ കൊണ്ടേ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം അതിനാണ് ഒരുക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് യോനയുടെ ജീവിതം. അവിടെയും നിനവയിലേക്ക് പോകേണ്ടത് യോനയാണ്, അത് യോന ചെയ്തേ മതിയാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ മിസ്രൈം ദേശത്ത് നിന്നും ഇവരെയും കൊണ്ട് കനാൻ ദേശത്തേക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകേണ്ടത് മോശയാണ്. അത് മോശയിലൂടെയാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു വരുന്നത്, ഇപ്പം ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്ക് പിന്മാറാനായിട്ട് സാധ്യമല്ല. ദൈവം ആ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളിലൂടെ തന്നെ നിറവേറ്റുമെന്നുള്ളതാണോ? വളരെ വ്യക്തമായിട്ട് തീർച്ചയായിട്ടും വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ അതിൽ നിന്നും വഴിതെറ്റിപ്പോയാലും ദൈവം തീർച്ചയായിട്ടും നമ്മളെ ആ ട്രാക്കിൽ കൊണ്ടുവരും. നമ്മൾ തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം ഇവിടെ മോശയെ വിളിച്ചത്. മോശ ഇത്രയും ഒഴികഴിവുകൾ പറഞ്ഞിട്ടും ദൈവം വിടുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. ദൈവം മോശയെ അവിടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ അയോഗ്യതകളും അതുപോലെ നമ്മുടെ ബലഹീനതകളും നമ്മൾ എളിമയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ തീർച്ചയായും നമ്മളെ ദൈവം ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വിളിയുടെ അടിസ്ഥാനത്തിലാണോ ഈ ദൈവവേലയ്ക്ക് കടന്നു വന്നത്? ദൈവത്തിൻ്റെ ആ വിളി ലഭിച്ചപ്പോൾ ഒരു ദൈവദാസനായി തീരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചത്? എന്താണ് പേഴ്സണലായിട്ടുള്ള ഒരു ചോദ്യം? വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയുവാൻ സാധ്യമാകും, ദൈവത്തിൻ്റെ വിളി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം അത് പൂർത്തീകരിക്കുക എന്നുള്ളതായ ഒരു ദൗത്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്തൊക്കെ സ്പൈസർ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാമ്പത്തിക ഭാരവും മറ്റ് പ്രയാസങ്ങളൊക്കെ നേരിട്ട സമയത്ത് ഞാൻ ഇത് ഉപേക്ഷിച്ച് പോകുവാൻ തീരുമാനമെടുക്കുകയും ഒരു നാൾ സ്പൈസർ കോളേജിൽ നിന്ന് വെളിയിൽ തൊഴിൽ അന്വേഷിച്ച് പോവുകയും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചേരുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഒറ്റ ദിവസമേ പോയിട്ട് ഞാൻ തിരിച്ച് ആ രാത്രിയിൽ തന്നെ മടങ്ങി സ്പൈസറിൽ വന്ന്. ഈ സ്പൈസർ കോളേജ് എന്ന് പറയുന്നത് പാസ്റ്റർ പഠിച്ച സ്ഥാപനത്തിൻ്റെ ആണ്, പൂനെയിലുള്ളതായ. ഓക്കെ. അപ്പോൾ ഞാൻ അന്നൊരു തീരുമാനമെടുത്ത്, ഇനിയും ഞാൻ ഒരു വലിയ ദൗത്യവുമായിട്ട് ഇവിടെ കടന്നു വന്ന് ഏതാണ്ട് 12,000 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന് കുറേ നാളുകൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് ആയതുകൊണ്ട് ഇനിയും ദൈവത്തിൻ്റെ ഹിതമാമണ്ണം മാത്രം പ്രവർത്തിക്കും, ഒരിക്കലും എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൽ കൂടി ഞാൻ നീങ്ങുകയില്ല എന്നൊരു തീരുമാനമെടുക്കുകയും അന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയ ആളുകൾ, സഹപ്രവർത്തകരൊക്കെ പിന്നെയും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞില്ല, ഇനിയും ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറയുകയും ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും പിന്നീട് വന്ന് തൊഴിലിൽ അധ്യാപകനായി വരികയും പിന്നീട് ദൈവിക ശുശ്രൂഷയിലേക്ക് തിരിയുവാനും ഇന്നും ദൈവത്തിനൊരു സാക്ഷ്യമായി നിലനിൽക്കുവാനും സാധ്യമായി തീർന്നു. പാസ്റ്ററിന് ഒരു പൂർണ്ണമായ ഒരു ധാരണയുണ്ട്, എന്നെ വിളിച്ചത് ദൈവമാണ്. തീർച്ചയായിട്ടും ഇവിടെ മോശ ദൈവം തിരഞ്ഞെടുത്തു,
അപ്പോൾ മോശയ്ക്ക് എന്നെ ആരാ വിളിച്ചത് എന്ന് ആരാണ് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേന് ഞാൻ ആരുടെ പേര് പറയും? അതുകൊണ്ടാണോ മോശയ്ക്ക് എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്? ദൈവമേ, ദൈവത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നെന്ന് അങ്ങനെ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും മോശയ്ക്ക് അങ്ങനെ ഒരു ദൗത്യം പൂർത്തീകരിപ്പാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് എന്ന് അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇല്ല, ദൈവമാണ് നിന്നെ പറഞ്ഞു വിടുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം വീണ്ടും താൻ കടന്നു പോകുന്നിടത്ത് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ത് പറയും, അവരംഗീകരിക്കുമോ, ഫറവോൻ അംഗീകരിക്കുമോ എന്നുള്ളതായ ഒരു ചിന്താകുലം. പക്ഷേ നാം ഓർത്തിരിക്കേണ്ടത്, ഏത് പ്രതിസന്ധിയിലും നാം സധൈര്യം മുൻപോട്ട് പോകുവാൻ മനസ്സ് വെച്ചാൽ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോശ അടുത്ത് ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. കത്തുന്ന മുൾപ്പടർപ്പ് എന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ഈ മോശ ദൈവത്തിൻ്റെ പേര് അറിയണമെന്ന് ആഗ്രഹിച്ചു. ദൈവം ആണ് പറഞ്ഞു വിട്ടു, ഇന്ന ആളാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് മോശയ്ക്ക് ഇങ്ങ് എളുപ്പമെന്ന് പറയാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനെക്കുറിച്ച് പാസ്റ്ററിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇവിടെ നോക്കുമ്പോൾ ദൈവം മോശയെ, അല്ലെങ്കിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള വേളയിൽ ദൈവം മോശയോട് ചോദിക്കുന്നു, അല്ലെ മോശ ദൈവത്തോട് ചോദിക്കുന്നു, എന്നെ വിളിക്കുന്നതായിട്ടുള്ള ദൈവം അല്ലെങ്കിൽ എന്നെ വെളിപ്പെടുത്തി നൽകണമെന്ന്. ആ സമയത്ത് അവിടെ സ്പെസിഫിക്കായിട്ട്, അല്ലെങ്കിൽ ഹോരേബ് പർവ്വതത്തിലേക്ക് മോശ പോകുന്ന സമയത്ത് ദൈവിക സാന്നിധ്യത്തിൽ മോശ നോക്കുവാൻ കഴിയാതെ മുഖം മറച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ അത്രത്തോളം തേജോമയനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ നാമം മോശ എടുത്ത് ചോദിക്കുന്നു എങ്കിൽ മോശയ്ക്ക് ആ ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. എന്നാലും മോശ അവിടെ എടുത്ത് ചോദിക്കുകയാണ്. മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഞാൻ ഇസ്രായേൽ ജനങ്ങളെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവിക ദൗത്യപ്രകാരം ഞാൻ ഇസ്രായേൽ ജനങ്ങളെ നയിക്കാൻ പോവുകയാണ്. മോശയ്ക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്നെ വിളിച്ചത് എന്ന്. പക്ഷേ ജനം അത് മനസ്സിലാക്കണം. എന്നെ സ്വർഗത്തിലെ ദൈവമാണ് മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങളെ വിളിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ ദൈവം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ മോശയ്ക്ക് ആ കാര്യം ജനങ്ങളോട് അറിയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മോശ ഇവിടെ ദൈവത്തോട് ചോദിക്കുന്നത്, അവിടെ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി നൽകണം, എങ്കിൽ മാത്രമേ ആ ജനത്തോട് എനിക്ക് കൺവിൻസ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, ഇസ്രായേൽ ജനം എപ്പോഴും മത്സരബുദ്ധിയുള്ള ജനമാണ്. ദൈവം വിളിച്ചെന്ന് പറഞ്ഞാലും അവരത് കേൾക്കുകയില്ല എന്ന് മോശയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിന് ഉദാഹരണമാണ്, രണ്ട് മിസ്രൈമ്യർ തമ്മിൽ അടികൂടുന്ന സമയത്ത് മോശ അവരെ കൊല്ലുന്നില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, തെറ്റ് പ്രവർത്തിച്ചതായിട്ടുള്ള വ്യക്തിയാണ് മോശ ശാസിക്കുവാൻ പോകുന്നത്. അപ്പോൾ അവിടെ മോശയുടെ കാര്യം അവർ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ ഈ ജനം കേൾക്കുകയില്ല എന്ന് മോശയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ മോശയോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് രണ്ട് എബ്രായരാണ്. അപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ മോശ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ അനുഭവിച്ചു. പാസ്റ്ററിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹവാസം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അടുത്തറിഞ്ഞതായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നോക്കുമ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എപ്പോഴും നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനേകം ഉദാഹരണങ്ങൾ ഇതുപോലെ പറയുവാൻ സാധിക്കും. പല സാഹചര്യങ്ങളിലും ഞാൻ പെട്ടുപോയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെയും ഞാൻ രക്ഷപ്പെട്ട് കയറി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചിന്തിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? അവിടെ ഒരു ദൈവിക കരം എൻ്റെ ജീവിതത്തിൽ കൂടെ ഇരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പല വീഴ്ചയിലും അല്ലെങ്കിൽ തീർന്നു പോയി എന്നുള്ള സാഹചര്യത്തിലും ദൈവം എന്നെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട്. പല മേഖലകളിലും എടുത്തു പറയാൻ പറ്റുന്ന അനേകം കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെയും ഞാൻ ചിന്തിച്ചു, എങ്ങനെ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നു? തീർച്ചയായിട്ടും ആ ഒരു ദൈവിക കരം കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ ദൈവം മോശയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ സൂചനകളെക്കുറിച്ച് പറയാൻ പറ്റുമോ? മോശയോടൊപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്
മോശ ഫറവോൻ്റെ ഒരിക്കൽ പോകുവാനിടയായി തീർന്നതും തൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പറയുന്നതും ആദ്യം പറഞ്ഞ എന്താണ്, തൻ്റെ ജനത്തിന് ഒരു യാഗം കഴിക്കുവാൻ വേണ്ടി അവരെ വിടണമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഫറവോൻ ചിന്തിക്കുന്നുണ്ട്, വിടാം എന്നുള്ള ഒരു അരമനസ്സെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം ആ ചിന്താഗതി മാറ്റുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള സമയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് ബാധകളെ അയക്കേണ്ടതായിട്ട് വരുന്നതും, ഓരോരോ ബാധകൾ അയക്കുമ്പോഴും അതിനൊക്കെയും എറിഞ്ഞിട്ട് പറയും, ഫറവോൻ തന്നെ മാനസാന്തരപ്പെട്ട ഒരു കൺവിൻസ് ആയിട്ട് ഇവിടെ ദൈവം നിങ്ങളുടെ ദൈവമാണ്, ജീവനുള്ള ദൈവമാണെന്ന് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഓക്കെ, മോശയുടെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള സൂചനകൾ, മോശയ്ക്ക് ദൈവശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു അല്ലേ? മോശയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ മോശ ചെന്ന് ജനങ്ങളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനായിട്ട്, അവർ വിശ്വസിക്കുവാനുള്ളതായ ഒരു സാഹചര്യമുണ്ടായി, ദൈവസാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് പ്രസക്തമായിട്ട് കാണുന്നത്. അതിനെക്കുറിച്ച് പറയുക. മോശ അതുകൊണ്ട് മാത്രമാണല്ലോ ദൈവം പറഞ്ഞ പ്രകാരം അന്ന് മോശയ്ക്ക് ദൈവം ഒരു വടി നൽകുകയുണ്ടായി. അതിൽ കൂടി ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ്. ഫറവോൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ആ വടിയിട്ടപ്പോൾ പാമ്പായി മാറുന്നതും, അതിനുശേഷം ഫറവോനും അപ്രകാരം ചെയ്തപ്പോഴത്തേന്, അല്ലെങ്കിൽ ഫറവോൻ്റെ ആളുകൾ ചെയ്തപ്പോഴത്തേന് ആ വടിയെ വിഴുങ്ങത്തക്കവണ്ണം ശക്തമായ ഒരു പ്രവൃത്തി മോശയിൽ കൂടി കാണുവാനുണ്ടായി. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതങ്ങനെ സാധ്യമാകുമെന്ന് വെച്ചാൽ എല്ലാവർക്കും സാധ്യമാകും നമ്മൾ പറയും. പക്ഷേ ദൈവിക സാന്നിധ്യത്തിൽ കൂടി വരുന്നപ്പോഴത്തേന് ആ വടിയെ എന്ത് ചെയ്ത് മറ്റേ പാമ്പിനെ മോശ ഇട്ടതായ വടി അല്ലെങ്കിൽ ആ പാമ്പ് അത് ഭക്ഷിക്കുന്നത് കാണുവാൻ സാധ്യമാകും. അപ്പോൾ അതൊരു വലിയ ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പുറപ്പാട് 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ ഒരു പ്രത്യേക കാര്യം വിവരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പാസ്റ്റർ പറയാൻ പറ്റുമോ? 18 മുതൽ അങ്ങോട്ട് 4-ാം അധ്യായം 18 മുതൽ താഴോട്ട് നോക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം, ഈ ദൈവവും മോശയും തമ്മിലുള്ള കോൺവെർസേഷൻ കഴിയുന്നു. അത് കഴിഞ്ഞ് മോശ ജത്രോവിൻ്റെ അടുക്കൽ പോകുന്നു. ജത്രോ പറയുന്നു, നിന്നെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചതായിട്ടുള്ള ഫറവോൻ മരിച്ചു കഴിഞ്ഞു, പുതിയ ഫറവോനാണ്, ഇനി നീ മിസ്രൈം ദേശത്തേക്ക് പോകണം ഇസ്രായേൽ ജനങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് പറഞ്ഞു വച്ചതിന് ശേഷം മോശയും സെപ്പോറയും കൂടെ വരുന്നതായിട്ടുള്ള സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, സത്രത്തിൽ വച്ച് സ്വർഗത്തിലെ ദൈവം മോശയെ എതിരിട്ട് മോശയെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് സെപ്പോറ കൽക്കത്തിയെടുത്ത് തൻ്റെ മകനായിരിക്കുന്ന ഗർഷോമിനെ പരിച്ഛേദന കഴിപ്പിച്ച് അത് ദൈവത്തിൻ്റെ കാൽക്കീഴിലിടുന്നു. ആ സമയത്ത് ദൈവം മോശയെ കൊല്ലാതെ അവിടെ നിന്നും പോയി എന്നുള്ളതാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വളരെ നല്ലൊരു ചർച്ചയാണ് മോശയെക്കുറിച്ചും ആ കത്ത് മുൾപ്പെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനിടയായി. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ മഹേഷ് പ്രാർത്ഥിക്കുക. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അടിയങ്ങളോട് കൂടെ ഇരുന്ന കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട ദാസനായിരുന്ന മോശയുടെ ജീവിതത്തെക്കുറിച്ചും മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെയും അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരം അടിയങ്ങളോട് കൂടെ ഇരുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. തുടർന്നും ദൈവിക ഹിതം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ എൻ്റെ ദൈവം അങ്ങയുടെ ആത്മാവിനാൽ ഇടപെട്ടോ അടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയങ്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം ഈ സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നമ്മളോട് അനേക വിഷയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. മാന്യപ്രേക്ഷകരെ, വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.